ആക്ച്വലി എന്നെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിച്ച വിയേർഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള കേസായിരുന്നു ശ്രീകുട്ടിയുടേത്. ഈ ഒരു ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലൊന്നും ചിന്തിക്കില്ല. മറ്റൊരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് പ്രീറ്റി ക്ലിയർ. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ, സത്യങ്ങളില്ല. അല്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ടും നിന്റെ ഉള്ളിലുള്ള ബ്ലൈൻഡ് ആയ ഫെമിനിസ്റ്റ് അത് എടുക്കാൻ തയ്യാറല്ല. നിങ്ങളെ പത്രത്തിൽ നിന്നല്ലേ എന്തൊക്കെയോ എവിടേക്കോ ചേരാ. പണ്ടെന്റെ കുഞ്ഞുമൊരു ഹിന്ദുവിനെ പ്രേമിച്ചാലും നിങ്ങൾ പള്ളിക്കാരെന്താ ചെയ്ത്? ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവുണ്ടെന്നോ നിങ്ങളൊക്കെ പറഞ്ഞേ? ഇതുവരെ ഇല്ല. അത് കണ്ടെത്താനാണല്ലോ ഞങ്ങളിങ്ങനെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുന്നത്. ഷുഗർ ഉള്ളതാണെന്ന് എടുക്കാതിരിക്കാൻ പറ്റുമോ? പഷ്ട് കള്ളിയാണ് കള്ളി. ഭ്രാന്തി. ലഡു ആക്കണത് എന്തിന്? അയലോക്കാർക്ക് എല്ലാം എന്റെ വക കോഴി ബിരിയാണി പോരെ. ഒരു ദിവസം കൂടി ഇങ്ങോട്ട് ഇറങ്ങണേ. അവിടെ ഗാന്ധിജിയുടെ വല്ല ശിഷ്യന്മാരുണ്ടെങ്കിലോ? അതറിയാൻ നിങ്ങൾ നാട്ടുകാർക്ക് ഒരു ആകാംക്ഷയില്ലേ? ഇറ്റ്സ് ഓക്കേ. നിങ്ങളും സുരേഷും തമ്മില് അത്ര വലിയ ടേംസിലൊന്നും ആയിരുന്നില്ല അല്ലേ? അതെങ്ങനെയാ? അവള് രാവിലെ ബാഗും തൂക്കി അങ്ങ് ഇറങ്ങുമല്ലായിരുന്നോ ഉദ്യോഗത്തിന്? എന്തോന്നും രാവിലെ ചുമ്മാ കിടന്ന് അത്ര എത്തിക്കലാണല്ലോ നമ്മുടെ മീഡിയ ഫ്രറ്റേണിറ്റിന് പറയാം. അത് ശരിയാ. ചേച്ചിക്ക് എന്തോ അറിയാം. ചേച്ചി എന്തോ ഓടിക്കുന്നു. പീഡനത്തിന് ഇരയായ കുട്ടിയുടെ അച്ഛനുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളും പൊരുത്തക്കേടുകളും തോന്നിയിരുന്നു. അതല്ല, വാപ്പാക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പോയത് എനിക്കാ, നിനക്കൊന്നും അല്ല. നമ്മൾ പ്രിവിലേജ്ഡ് ആണെന്ന് കരുതുന്ന മനുഷ്യരൊക്കെ ശരിക്കും പ്രിവിലേജ്ഡ് ആയിരിക്കില്ല.